തിരുവനന്തപുരത്ത് ഒരു പട്ടത്ത് ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ദേവനുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? തീയണക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും തീ ആളിപ്പടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ശ്യാമിലി, ഏകദേശം 10 മണി കഴിഞ്ഞതോടുകൂടിയാണ് പട്ടം പ്ലാമൂട് പ്രവർത്തിക്കുന്ന ഒരു ഫർണിച്ചർ കടയുടെ ഗോഡൌണിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം പിന്നിടുന്നു. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് സംഘത്തിന്റെ 3 യൂണിറ്റ് ഇവിടെ എത്തിക്കൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ഈ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിന് കാരണം ഇതൊരു ഫർണിച്ചർ കടയാണ്. ഇവിടെ ഈ വിവിധ ഫർണിച്ചർ ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള മെത്തയും അതുപോലെ തന്നെ ഈ ഫോം അടക്കമുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ തീയായി തുടങ്ങിയത് പിന്നീട് വലിയ ഒരു തീയായി അത് ആളിപ്പടരുകയായിരുന്നു. ഇപ്പോൾ ഈ 3 യൂണിറ്റുകൾ ഇവിടെ നിന്നും ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ കൂടിയും അത് പൂർണ്ണമായും സാധ്യമല്ല. ഇപ്പോഴും അകത്ത് തീ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സിന്റെ ഒരു 3 യൂണിറ്റ് ഇവിടെ എത്തിക്കൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ ഈ സമീപത്ത് ഉള്ള ആളുകൾ ഈ ഇവിടെ നിന്നും പുക ഉയരുന്നത് കണ്ടാണ് ആദ്യം ഈ ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുന്നത്. പിന്നീട് അതൊരു വലിയ തീപിടുത്തമായി മാറുകയായിരുന്നു. നിലവിൽ ഏതായാലും ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അകത്തേക്ക് കടന്ന് എത്തിക്കൊണ്ട് ഈ തീ കെടുത്താനുള്ള ശ്രമം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നുള്ള പുക ശ്വസിക്കുന്നതിനടക്കമുള്ള ബുദ്ധിമുട്ടുണ്ട്. പലതും ഈ പ്ലാസ്റ്റിക്കിന്റെയും ഒപ്പം തന്നെ മറ്റ് ഈ ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ അടങ്ങിയ വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെയും അതിന്റെ പുക ശ്വസിക്കുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ, ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ ഈ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതൊരു ഒരു ഇടുങ്ങിയ പ്രദേശം കൂടിയാണ്. തിരുവനന്തപുരം പട്ടം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം കടകളും ഒപ്പം തന്നെ അടുത്തടുത്തായി വീടുകളും ഒക്കെയുള്ള പ്രദേശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുന്നത് കാണാം. അതിന്റെ സമീപത്ത് തന്നെ നിരവധി വീടുകളൊക്കെ ഉള്ളതാണ്. അവിടെ ജനൽ ചില്ലകളെല്ലാം തന്നെ ഈ തീപിടുത്തത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു അപകടത്തിൽ അത് പൊട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് രാവിലെ ഉണ്ടായത്. പക്ഷേ കൃത്യസമയത്ത് ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തിയതോടുകൂടി തന്നെയാണ് ഈ സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. സാർ, ഇതിപ്പം എത്ര യൂണിറ്റ് ഇപ്പം നിലവിലുണ്ട് ഇവിടെ? 4 യൂണിറ്റ് ഉണ്ട് ഫയർഫോഴ്സ് നിലവിലുണ്ട്. ഇപ്പം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമോ? വിധേയമാണ്, നിയന്ത്രണ വിധേയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ കാര്യങ്ങളൊന്നും നിലവിലൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത വീടുകളിലേക്കൊന്നും തീ പടരാതെ? ഇല്ല. ഫയർ അണ്ടർ കൺട്രോളാണ്. അത്തരത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അടുത്ത വീടുകളിലേക്കോ അല്ലെങ്കിൽ സമീപത്തുള്ള കടകളിലേക്കോ ഒന്നും തന്നെ തീ പടരാതെ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഉടൻ തന്നെ വലിയ രീതിയിൽ ഈ പുക ഉയർന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ. കാരണം ഇന്ന് ഒരു അവധി ദിവസം കൂടിയാണ്. റോഡുകളെല്ലാം തന്നെ വലിയ തിരക്കുണ്ട്. പ്രത്യേകിച്ചും പട്ടം പോലൊരു തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് ഈ തീ അടുത്ത സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകടമായി മാറേണ്ടതായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് അംഗങ്ങളുടെ കൃത്യമായ ഇടപെടൽ അത് വളരെ വേഗം ഇവിടെ ഓടിയെത്തിക്കൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് വലിയൊരു അപകടം ഒഴിവാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയം ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ പൂർണ്ണമായും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ദേവ, ഈ 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഒക്കെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വലിയ തരത്തിൽ തീ പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. അപ്പോൾ വലിയ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായും ശ്യാമിലി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫർണിച്ചർ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടം കൂടിയാണ്. അവരുടെ ഗോഡൌൺ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ലക്ഷക്കണക്കിന് വിലയുള്ള വസ്തുക്കളാണ് ഈ കത്തി നശിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുകളൊന്നും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് കൃത്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ ഈ മതിലിൻ്റെ അപ്പുറത്തെ വശത്തായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നാശനഷ്ടങ്ങളുടെ ഒരു പൂർണ്ണ വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ പുക ഉയരുന്നത് വലിയ രീതിയിൽ ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സേനാംഗങ്ങൾ ഈ ഓക്സിജൻ മാസ്ക് അടക്കം ധരിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ മാത്രമേ ഈ തീ പൂർണ്ണമായും കെടുത്താൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തെല്ലാം തന്നെ വളരെ അടുത്തടുത്ത് വീടുകൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഓരോ മതിൽക്കെട്ടിനപ്പുറത്തും തൊട്ട് ഈ മതിലിനോട് ചേർന്ന് തന്നെ വീടുകളും ഒപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു
ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം നമുക്കിവിടെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷേ ഒരു വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ അടുത്ത വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എല്ലാം തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ഈ രാവിലെ 10 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ആദ്യഘട്ടത്തിൽ 2 യൂണിറ്റ് ഇവിടെ എത്തി. പിന്നീട് മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് 2 യൂണിറ്റ് കൂടി എത്തിക്കൊണ്ടാണ് ഈ ഒരു ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചേട്ടാ, ഇതിപ്പോൾ എത്ര മണിയോടുകൂടിയായിരുന്നു ആദ്യം തീ കണ്ടത്? ഒരു 10 മണിയോ 10:30 മണിക്കകത്താവും. എങ്ങനെയാണ് ആദ്യം പുകയാണ് പുറത്തോട്ട് വന്നത്? നമ്മൾ അപ്പുറം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് കോള് വന്ന് ഇത് കത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന്, ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും കൂടെ ഓടി വന്ന് ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു ഓസ് ഉണ്ടായിരുന്നു. ആ ചെറിയ ഓസ് എടുത്ത് ഇങ്ങോട്ട് തീ പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം അടിച്ച് അതിന് ഫയർഫോഴ്സുകാർ വന്ന് നമ്മളും കൂടെ അതിൻ്റെ കൂടെ നിന്ന് മാക്സിമം കത്താത്ത രീതിയിൽ നമ്മൾ സഹകരിച്ചു. എന്തൊക്കെ വസ്തുക്കൾ അകത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ? കുഷീനും മെത്ത അങ്ങനെയുള്ള പഴയ സാധനങ്ങളാണ്. പഴയ സാധനങ്ങളാണ്. അതിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കളും അത്തരം കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് സാധനമുണ്ട്. അല്ല, പഴയതായിട്ട് കുറച്ച് സാധനമുണ്ട്. അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. 2-3 വീട്ടിൽ ആളുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ മാറ്റി സുഖമില്ലാത്ത ആൾക്കാരാണ്, മാറ്റിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള സൈഡിലോട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മളെ കൂട്ടുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരും കൂടെ ഫയർഫോഴ്സും പോലീസും വന്ന് നമ്മളും കൂടെ അതിൻ്റെ കൂടെ സഹകരിച്ച് ഇത്ര ആക്കിയിട്ടുണ്ട്. വലിയ തീയായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. വലിയ തീയായിരുന്നു. ഈ ഭാഗത്തോട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓസ് വെച്ച് അടിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഓടിയെത്തിയ ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ ഒരു അപകടം വലിയ രീതിയിൽ പുറത്തേക്ക് വരാതെ രക്ഷിച്ചതെന്ന് പറയാൻ കഴിയും. കാരണം ഇവരാണ് ആദ്യം തീ കണ്ടത്. ഇവർ ആദ്യം ഓടിയെത്തി ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ഓസുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഈ തീ ഈ അടുത്ത വീടുകളിലേക്കൊന്നും തന്നെ കടക്കാതെ അവരത് സഹായിച്ചു. മാത്രമല്ല, തൊട്ടടുത്ത് താമസമുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരും തന്നെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ ഒരു രക്ഷാപ്രവർത്തനവും ഈ ഒരു അപകടം ഒഴിവാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് ഫയർഫോഴ്സിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇപ്പോൾ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ വലിയ പുക ഉയരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ്. അതിനോട് തന്നെ അകത്തേക്ക് കടന്നുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഒരു കൂടുതൽ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. മറ്റൊരു കാര്യം, ഇതിന്റെ സമീപത്ത് തന്നെ ഒരു വാഹനത്തിന്റെ ഒരു മാരുതി ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട്. അതും വലിയൊരു അപകട സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ തീ അങ്ങോട്ടൊക്കെ ആളി പടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടം സംഭവിക്കുമായിരുന്നു. കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. അവിടെ പട്ടത്ത് ഒരു ഫർണിച്ചർ കടയിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോഴും മറ്റിടങ്ങളിലേക്ക് പടരാതെ അതെന്തായാലും ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ഇപ്പോൾ നിലവിൽ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയുമാണ്. ദേവൻ വിവരങ്ങൾ നൽകിയത്.